सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ नरशार्दूल നീ വേഗം ഭക്ഷണം കഴിക്ക്, സ്കൂളിൽ പോവാൻ വൈകും. രാവിലെ തന്നെ വലിച്ചു വാരി കഴിച്ചുകൊണ്ടിരിക്കുവാണോ നീ? രണ്ടെണ്ണമേ എടുത്തോളൂ. രാവിലെ എനിക്ക് വിശക്കുന്നത് കണ്ടപ്പോ കൊതി വന്നുണ്ടായിരുന്നു. വൈകുന്നേരം ആവുമ്പോൾ എന്റെ അടുത്ത് വരരുത്, വയറുവേദനയാണെന്ന്. ഞാൻ വേണമെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുള്ളൂ. എനിക്ക് മിഠായി വേണം. ഒരെണ്ണം അതേ ഉള്ളൂ. ഇനി വേറെ വേണമെന്നും പറഞ്ഞ് വാശി കണ്ടിട്ട് കുറെ ദിവസമായി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നു, കഴിഞ്ഞ ദിവസമാണ് വന്നത്. കുറച്ച് മുളക് പൊടി ഈ മുളക് പൊടി നല്ല ചുമന്നതാണല്ലോ. നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ്. അന്നാ ഇത് എന്ത് തന്നെ എടുത്തോ. ഇത് മാത്രം മതിയോ? മുളക് പൊടി മാത്രം മതിയോ? അല്ല, മഞ്ഞപ്പൊടി മിഠായി വേണോ? നല്ല ലോട്ടി ചുക്ക് എടുക്കട്ടെ. 500 അമ്മ വയറ് വേദനിക്കും. അമ്മ വയറ് വേദനിക്കുന്നമ്മ, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. നീ കഴിച്ചില്ലേ? കഴിച്ചമ്മ, കഴിച്ചു കഴിഞ്ഞപ്പോ തൊട്ടാണ് വേദന, സഹിക്കാൻ പറ്റുന്നില്ല അമ്മ. അമ്മ കുറച്ച് ഇഞ്ചി ഉപ്പും കൂടെ തരട്ടെ മോളെ. തൊട്ട് അപ്പോഴേ പറഞ്ഞത്, രാവിലെ തൊട്ട് അവള് കണ്ടതെല്ലാം വാരത്തിന്. നാളെ ഇനി എങ്ങനെ സ്കൂളിൽ പോകും? വയറുവേദനയായിട്ട് വഴക്ക് പറയാതെ പോട്ടെ. നാളെ നമുക്കൊന്ന് നാളെ ഒന്നുകൂടെ നോക്കാം. കുറവില്ല, നാളെ ആശുപത്രിയിൽ പോകാം. Docket number 24. എന്താ വല്ലാതിരിക്കുന്നത്? നല്ല വയറുവേദന, ഉച്ച മുതൽ നല്ല വയറുവേദന. രാവിലെ സ്നാക്സ് ഒക്കെ കഴിച്ചാൽ പിന്നെ ഇപ്പൊ വൈകുന്നേരം വയറുമ്പോൾ നല്ല വയറുവേദന. വയറുവേദന മാത്രമേ ഉള്ളൂ? ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ ഛർദ്ദിക്കാനുള്ള ഒരു പുറത്തുനിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചായിരുന്നു? ചപ്പാത്തിയും ചിക്കനും കഴിച്ചു. വേറെ എന്തെങ്കിലും കഴിച്ചോ? ഇന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്നപ്പോൾ ക്ലാസ്സിലൊന്നും പോയിട്ടുണ്ടാവില്ല അല്ലേ? വേറെന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നോ? അമ്മ കാണാതെ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എന്തായാലും ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞു. തൽക്കാലത്തേക്ക് വയറുവേദന മാറാൻ വേണ്ടി ഇത് 2-3 മരുന്ന്. അത് കഴിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ബ്ലഡ് ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, നാളെ ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് സ്കൂളിലേക്ക് വിടില്ല. ഓക്കെ ആവട്ടെ. ഓക്കെ, താങ്ക് യു.
എന്നാൽ ഇന്ന് ഫുഡ് അഡൾട്രേഷനെ പറ്റി പഠിച്ചാലോ? ഭക്ഷണത്തിന്റെ ഗുണമേന്മ കുറയ്ക്കുന്ന രീതിയിൽ അതിൽ മറ്റു വസ്തുക്കൾ ചേർക്കുന്നതാണ് ഫുഡ് അഡൾട്രേഷൻ. കൂടുതലാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നു. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതായ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് അറിയാം. അതുകൊണ്ട് നമുക്കൊരു എക്സ്പെരിമെന്റിലൂടെ പഠിക്കാം. ഐഷ, ഒരു ക്രോണിക് ക്ലാസ് എടുക്കുന്നത് പോയെ. എക്സ്പെരിമെന്റ് ചെയ്തു. ഇത് ഞാൻ മില്ലിയത് പൊടിച്ച മഞ്ഞപ്പൊടി. ഇത് നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന മഞ്ഞപ്പൊടി. അപ്പൊ ഇത് രണ്ട് കളറിൽ കലർത്തുന്നുണ്ടെങ്കിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ എനിക്ക് പറഞ്ഞു. ഞാൻ മില്ലിയിൽ മേടിച്ച മഞ്ഞപ്പൊടി. ഇതൊരു പാക്കറ്റ് മഞ്ഞപ്പൊടി. ഇത് മായം കലർന്ന മഞ്ഞപ്പൊടി ആയതാണ് ഇതിൽ കൂടുതൽ കലർന്നത്. സാധാരണ മഞ്ഞപ്പൊടി ആണെങ്കിൽ ഇതേപോലെ അടിയിൽ പടർന്ന് കിടക്കും. എക്സ്പെരിമെന്റ് മനസ്സിലായല്ലോ. അപ്പൊ ഇതേപോലെ എല്ലാ ഭക്ഷണത്തിലും എന്തെങ്കിലും മായങ്ങൾ കലർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? വീട്ടിലത്തേക്ക് ഭക്ഷണം മേടിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉറപ്പുവരുത്തണം. ഒന്നാമത്തേത്, പാക്കറ്റ് ഫുഡ് ആണെങ്കിൽ അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ല എന്നത് ഉറപ്പുവരുത്തണം. അത് മാത്രമല്ല FSSAI എന്ന മുദ്ര എല്ലാത്തിലും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ, മഞ്ഞപ്പൊടി തന്നെ സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ ഇത് ചെയ്ത് നോക്കാന്നുള്ളതൊരു എക്സ്പെരിമെന്റ് അല്ലേ?